മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രിക് ഫോർമുലാസ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണോ? അതിൽ തന്നെ കോമ്പൗണ്ട് ആംഗിൾ ഫോർമുല ഒരു കഥ പോലെ നമുക്ക് പഠിച്ചാലോ? സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. ക്ലാസ് 11 മുതൽ ക്ലാസ് 11, 12 മാത്രമല്ല, നിങ്ങൾ മാത്സ് റിലേറ്റഡ് ഏത് കോഴ്സ് എടുത്താലും, എഞ്ചിനീയറിങ്ങോ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ഏത് കോഴ്സ് എടുത്താലും യൂസ്ഫുൾ ആവുന്ന ട്രിഗണോമെട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഡിഷൻ ഫോർമുല അഥവാ കോമ്പൗണ്ട് ആംഗിൾ ഫോർമുല. ഈ കോമ്പൗണ്ട് ആംഗിൾ ഫോർമുല പഠിക്കാനായിട്ട് നമ്മൾ എപ്പോഴും കുട്ടികൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന നമ്മൾ കാണാറുണ്ട്. സൈൻ എ പ്ലസ് ബി കോസ് എ പ്ലസ് ബിൻ്റെ ഫോർമുല. പക്ഷേ നമ്മൾ വളരെ ലൈറ്റായിട്ട്, വളരെ ഈസി ആയിട്ട് രണ്ട് പോയിന്റ് മാത്രം ഈ ഒരു ഫോർമുലയ്ക്ക് ആലോചിച്ചാൽ മതി. അതിലൊന്നാമത്തെ കാര്യം, സൈൻ എന്ന് പറയുന്ന ആളിനെ യു തിങ്ക് ദാറ്റ് സൈൻ ഈസ് എ പേഴ്സൺ ഹു ലവ്സ് ടു ഷെയർ എവറിത്തിങ്. ഷെയറിങ് മെൻറ്റാലിറ്റി ഉള്ള നമ്മുടെ ഒരു സുഹൃത്താണ്. നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ പറ്റി ആലോചിച്ചാൽ മതി. നമ്മുടെ ഏറ്റവും അടുത്തൊരു ചങ്ക്. എന്ത് കിട്ടിയാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. പുള്ളിക്ക് 2 പേന കിട്ടിയാൽ അയാൾ നമുക്ക് കൂടെ തരും, അല്ലേ? അല്ലെങ്കിൽ 2 ചോക്ലേറ്റ് കിട്ടിയാൽ പുള്ളി തരും. അതേസമയം കൊസൈൻ അങ്ങനെയല്ല. കൊസൈൻ ഈസ് എ പേഴ്സൺ ഹൂ ഈസ് വെരി സെൽഫിഷ്. അങ്ങനെയും നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ കാണും, അല്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. സെൽഫിഷ് ആണ്. എന്ത് കിട്ടിയാലും ആദ്യം അയാൾ അങ്ങ് എടുക്കും. എന്നിട്ട് വല്ലതും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് താ എന്ന് പറയുമ്പോഴായിരിക്കും തരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു നേച്ചറുള്ള ആളാണ് കൊസൈൻ. അതേസമയം സൈൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ 2 പോയിന്റ് വെച്ച് എങ്ങനെ അഡിഷൻ ഫോർമുല ക്ലിയർ ആയിട്ട് പഠിക്കാമെന്ന് നോക്കാം. സൈൻ എ പ്ലസ് ബി, നിങ്ങളുടെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ആലോചിക്കുക. ഷെയറിംഗ് അല്ലേ? ഷെയർ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? ഹി വിൽ ടേക്ക് 1, അല്ലേ? സൈൻ ഒരു ചോക്ലേറ്റ് എടുക്കുന്നു, 1 കോസിന് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ പ്രാക്ടിക്കലി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓർ, അല്ലെങ്കിൽ എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഓർ എന്ന് വെച്ചാൽ മാത്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രോബബിലിറ്റിയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എന്താ ചെയ്യാറ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്നാ പറയുന്നത്. അതുപോലെ നമ്മൾ ഓർ എന്ന് പറയുമ്പോൾ പ്ലസ് കൊടുക്കുന്നു. ഇനി നേരെ തിരിച്ച്, അതായത് കോസിന് കൊടുത്തിട്ടേ ചില സമയത്ത് സൈൻ എടുക്കാറുള്ളൂ. അത്രയും നല്ലവനാണ്, അല്ലെങ്കിൽ അത്രയും ഷെയറിങ് മെന്റാലിറ്റി ആയിട്ടുള്ള സുഹൃത്താണ് സൈൻ. അതേസമയം കോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ കേട്ടപ്പോൾ തന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. കോസ് സെൽഫിഷാണ്. അപ്പോൾ വാട്ട് വിൽ ഹീ ഡു? 2 ചോക്ലേറ്റ് കിട്ടിയാൽ 2 ആളെടുക്കും. വെരി സിമ്പിൾ. എന്നിട്ട് നമ്മൾ അടുത്ത പോയിന്റാണ് ഇമ്പോർട്ടൻറ്റ്. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലേ സൈന് കൊടുക്കത്തുള്ളൂ. സൈന് കൊടുക്കും, അത് ഏറ്റവും ലാസ്റ്റേ കൊടുക്കത്തുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, സൈൻ്റെയും കോസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്താൽ മാത്രം ഈ ഫോർമുല. ഇനി നിങ്ങൾ ആലോചിക്കും, ഇനി സൈൻ എ മൈനസ് ബി കോസ് എ മൈനസ് ബി പഠിക്കേണ്ട കാര്യമുണ്ടെന്ന്. കോമൺ സെൻസ് ആണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇഫ് യു നോ ദാറ്റ് സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല ഇവിടെ പ്ലസ് ആണെങ്കിൽ എ മൈനസ് ബി ഓട്ടോമാറ്റിക്കലി മൈനസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിരുന്ന് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇല്ല. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് +1 സ്റ്റുഡൻസിനും +2 സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ബിടെക്കാർക്കും ഒക്കെ യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ ഒരു +1 +2 സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ സൈൻ 75 ഡിഗ്രി കണ്ടുപിടിക്കണമെന്ന് വെച്ചോ. സൈൻ 75 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം 75 ഡിഗ്രി നോർമലി ഇപ്പോൾ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാതെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടാണ്. കാരണം വി നോ ദി ആംഗിൾ ഓഫ് 45 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. പക്ഷേ 75 അൺനോൺ ആണ്. അപ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യാറ്? ഓട്ടോമാറ്റിക്കലി 75നെ 45 + 30 എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഏത് ഫോർമുല യൂസ് ചെയ്യാം? സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ കോസ് 15 ഡിഗ്രി പറയുവാണെങ്കിൽ സെയിം തന്നെയാണ്. ഇപ്പോൾ കോസ് 45 - 30 എന്ന് എടുത്തിട്ട് പ്രോബ്ലം പ്രൊസീഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് എക്സാക്ട് വാല്യൂ അറിയത്തില്ലെങ്കിൽ അഡീഷൻ ഫോർമുല യൂസ് ചെയ്യാം. അതൊരു സിമ്പിൾ യൂസ് ആണ്. ഇനി ഒരു ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു +2 ലെവലിലെ ഒരു കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രേഷൻ സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല. ഇൻ്റഗ്രേഷൻ പോലത്തെ കോൺസെപ്റ്റ്സ് വരുമ്പോൾ യു വിൽ ഹാവ് സം ഫോർമുലാസ് ലൈക്ക് x+a അല്ലെങ്കിൽ x+α ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ എന്നൊക്കെ കിടക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടും. അപ്പോൾ ആ ടൈമിൽ യു ക്യാൻ ഗോ ഫോർ സൈൻ എ പ്ലസ് ബി ഫോർമുല. ക്ലിയർ? ഇനി ഇതും കഴിഞ്ഞൊരു ബിടെക് സ്റ്റുഡൻ്റ് ആണെങ്കിലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസ് പോലത്തെ വലിയ ടോപ്പിക്ക് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് സൈൻ സി അല്ലെങ്കിൽ സൈൻ സെഡ് എന്ന് കാണും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ സെഡിനെ മാറ്റി യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് x+iy. അങ്ങനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും only if the student knows sin a plus b ഫോർമുല അയാൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എങ്ങനെ ആ ഫോർമുല പഠിക്കാൻ നിങ്ങൾ പഠിച്ചു. രണ്ടാമത് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. സോ ആ ഫോർമുലയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക.
പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇതുപോലെ നിമോണിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈസി മെത്തേഡ്സ് നിങ്ങൾക്ക് തോന്നുന്ന ഈസി മെത്തേഡ്സ് വെച്ച് പഠിച്ചാൽ ഈ ഫോർമുലാസ് എല്ലാം വളരെ ഈസി.